ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു നല്ല സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല കറിയാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പൊട്ടറ്റോ, ഒരു പൊട്ടറ്റോ ഉണ്ട്. ഇതൊരു വലിയ പൊട്ടറ്റോ ആണ്. ഒരു പൊട്ടറ്റോ, ഒരു ക്യാരറ്റ്, എല്ലാം ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. മല്ലിയില, കോളിഫ്ലവർ, ഇത് കോളിഫ്ലവർ ഒരു 1.5 കപ്പ് കോളിഫ്ലവർ ഉണ്ട്. സവാള ഒരു വലിയ സവാള, ഒരു ചെറിയ സവാളയാണ്. അങ്ങനെ 1.5 സവാള ഇതിലുണ്ട്. ഇത് കറിവേപ്പില, ഒരു പച്ചമുളക്, ഇഞ്ചി ഏകദേശം 1 സ്പൂണോളം ഇഞ്ചിയുണ്ട്. ആ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ആവശ്യമായ പൊടികൾ: മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും വേണം. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ വെജിറ്റബിൾ കറി പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ആദ്യമായി ഒരു കടായി ഗ്യാസ് സ്റ്റൗവിൽ വെക്കണം. അതിനുശേഷം ഗ്യാസ് ഓണാക്കുക. ഇനി കടായി ചൂടായി വരുമ്പോൾ നമുക്കിതെല്ലാം ആഡ് ചെയ്യാം. കടായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകും ഇടുക. ചൂടാവുന്നതേ ഉള്ളൂ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്യുക. ഈ സവാള ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് മാറണം. അധികം ബ്രൗൺ ആവണ്ട, ചെറിയ ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് മാറണം. സമയത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്നത് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ട്രാൻസ്പെറൻ്റായി ഇതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കുക. അതിനുശേഷം കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇളക്കുക. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ കുറച്ച് വെച്ച് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇടാം. ബാക്കി അത് വേണം, അത് അവസാനം ഇടാനാണ്. കുറച്ചെടുത്ത് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ഇതിലേക്ക് ഇടാം. ഉപ്പ് പിന്നീടിട്ടാലും മതി, കാരണം അളവ് തെറ്റിപ്പോകരുത്. അപ്പോൾ എനിക്ക് അളവ് അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇടുകയാണ്. ഉപ്പിട്ട് ഒന്നും കൂടെ ഇളക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് ഇതിൽ കിടന്ന് വേകണം. വെള്ളം ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസും ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് ഗ്രീൻ പീസും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് വെള്ളമൊഴിച്ച്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച്, കണ്ടമാനം വെള്ളം ഒഴിക്കുന്ന, വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം ചെക്ക് ചെയ്താലും മതി. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം.
ഒരു അടപ്പെടുത്ത് ഇതുപോലെ മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം. ഇനിയൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇൻ കേസ് ഈ കറിയിൽ മസാല കൂടിയെന്ന് തോന്നിയാൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുമില്ലെങ്കിൽ കാഷ്യൂനട്ട് അരച്ച് ചേർക്കുക, അപ്പോൾ ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ വെറും പാല് കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ ആ മസാല കുത്തോ അങ്ങനെ വല്ലതും വന്നാൽ അത് ഇല്ലാണ്ടായി കറി വീണ്ടും നല്ല രുചിയായിട്ട് മാറും. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് കറി ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മീതെ മല്ലിയില സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ കറി, ഇത് വളരെ സിമ്പിളായ വെജിറ്റബിൾ കറി റെഡി ആയിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do subscribe to my channel and also give a thumbs up. Take care.